അല്ല, ഇത് എന്ന് തുടങ്ങിയതാണ്? 2-ാം തീയതി തുടങ്ങിയതാണ്. 20 ദിവസമാണ് പ്രാഥമിക റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. 20 ദിവസം. അത് അതിൻ്റെ ഒരു വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അൺനെസസറി ഡിലേ ആണ്, അനാവശ്യമായ കാലതാമസമാണ് ആ പ്രാഥമിക റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് തീ കത്തിച്ചതല്ല, ഒരേ സമയത്ത് 5 സ്ഥലത്ത് തീ പിടിച്ചതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളത്? ഒരേ സമയത്താണ് 5 സ്ഥലത്ത്. അവിടെ തീ കെടുത്താൻ പോയ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ മതി. ഇതിനു മുൻപ് ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ പണ്ട് തീ പെട്ടെന്ന് അണയ്ക്കുന്നത് ഒരു സ്ഥലത്ത്, ഇപ്പോൾ ഒരു സ്ഥലത്ത് തീ ഉണ്ടായില്ല, പെട്ടെന്ന് അണയ്ക്കാൻ പറ്റി. കാരണം അവിടെ അപ്പോൾ മറ്റു ഭാഗത്തേക്ക് തീ പിടിക്കാതെ, അതാണ് ഈ കാട്ടുതീ വന്നാലും മാലിന്യ കൂമ്പാരത്തിന് തീ പിടിച്ചാലും ഫയർഫോഴ്സ് ചെയ്യുന്നത് അതിനെ സെപ്പറേറ്റ് ആക്കും, മറ്റു സ്ഥലത്തേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇത് അന്നത് പറ്റിയില്ല, കാരണം 5 സ്ഥലത്ത് ഒരേ സ്ഥലത്ത് തീ പിടിക്കുകയാണ്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് അത് 14 ദിവസക്കാലം നീണ്ടു നിന്നത്. അപ്പോൾ മന്ത്രി പരസ്യമായിട്ട് കരാറുകാരനെ അസംബ്ലിയിൽ നിന്ന് 10 മിനിറ്റ് വെള്ളപൂശി, മുഖ്യമന്ത്രി വെള്ളപൂശി. പിന്നെ ആ പാവം കമ്മീഷണർ എന്ത് ചെയ്യുന്നത്? സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും കരാറുകാരനെ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുകയാണ്. മുഖ്യമന്ത്രി കരാറുകാരന്, ബ്രഹ്മപുരത്തെ കരാറുകാരനെ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കമ്മീഷണർക്കോ പോലീസിനോ റിപ്പോർട്ട് കൊടുക്കാൻ? അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത്, വിജിലൻസ് റിപ്പോർട്ട് വന്നാലും ഇത് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട്, വെള്ളപൂശിക്കൊണ്ട് ഈ കരാറുകാരനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരിക്കും. അതുകൊണ്ടാണ് CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടത്.